സയന്റിസ്റ്റിന് സയൻസ് ഫിക്ഷൻ റൈറ്റർ കൂടിയായിരുന്ന കാൾ സാഗർ എന്ന വ്യക്തിയെ വളരെ പോയറ്റിക് ശൈലിയിൽ ആത്മഹത്യ കുറിപ്പോടെ ശരിക്കും അതൊക്കെ വായിക്കുകയാണെങ്കിൽ നടത്തു വന്നിട്ടുള്ള കവിത എങ്ങനെയാണ് റൂമിൽ കൊണ്ടുവരുന്നത്. ഇനി നമ്മുടെ ഇന്നത്തെ സഹോദര രാഷ്ട്രീയ സമ്മേളനങ്ങളൊക്കെ താപപഠനങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സമയടക്കമുള്ളവര് ഈ ദളിത് വിദ്യാർത്ഥികളെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലഡു താഴെ വീഴുമ്പോ പെട്ടെന്ന് മുറിവുകളൊക്കെ എഴുതുന്നത്. എനിക്ക് തോന്നിയാൽ അങ്ങനെ ചിന്തിക്കും, ഒരു ലഡുവിന്റെ ഒരു തരിയെങ്കിലും അല്ലെങ്കിൽ ഒരു പച്ചിന്റെ തരിയെങ്കിലും ഒരു മുറിവ് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടോ. നൈറ്റ് ചീറ്റിങ്ങുകളും ഒക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികളാണ്. അതവരെ ആരും ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിച്ച് പറഞ്ഞില്ല. ഒരു സ്വാഭാവികമായി അവരവിടെ എത്തിച്ചേരുകയായിരുന്നു. ഈ സമയത്ത് അവിടെ വിദ്യാർത്ഥികൾ അതായത് ചെയ്യുന്ന സമയമാണ്. ഈ സമയത്ത് ഞാൻ മുസ്ലിം ആയിട്ടുള്ള ഈ ഹിന്ദു ഭരണവ്യവസ്ഥയും ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൂടെ മനസ്സിലാക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവരൊക്കെ തപ്പിത്തടയാണ്. ഇപ്പം ജെയിംസ് എന്ന് പറയുന്ന ഒരു വലിയ തിയേറ്റേഷൻ, അത് നവമാർക്സിസത്തിന്റെ തിയേറ്റേഷൻ, അദ്ദേഹം പറഞ്ഞത് ഫുത്വാദത്തിന്റെ ഒരു പ്രത്യേകത അതെപ്പോഴും തടഞ്ഞു നിൽക്കും, തപ്പിത്തടഞ്ഞില്ല, അതിനൊരിക്കലും മുന്നോട്ട് പോകുന്നില്ല. മറിച്ച് വർഗപ്രസ്ഥാനങ്ങളുടെ പ്രത്യേകത എപ്പോഴും ചലിക്കാനായിരിക്കും, ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള പറയുന്നത്. പക്ഷെ നമ്മൾ തല തിരിഞ്ഞാണ് പോകുന്നത്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഹിന്ദുത്വ അധികാരത്തിൽ വന്നു ഒരു പ്രൊജക്റ്റ് ഇടതുപക്ഷത്തിൽ പ്രലോഭനങ്ങൾ ആൾക്കാർക്കുണ്ടായിരുന്നു. അവരെന്താണ് ഇടതുപക്ഷ ബദൽ പറഞ്ഞു, സോഷ്യലിസ്റ്റ് ബദൽ പറഞ്ഞു, അതേപോലെ പലതരം ബദലുകളുണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു ബദലും നമ്മൾ കാണാറുണ്ട് ഒരിക്കൽ പോലും. അത് ചലഞ്ച് ചെയ്തൊരു ബദലില്ല. മറിച്ച് ദ്വാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ദ്രാവിഡ പ്രസ്ഥാനമായാലും ഉത്തരേന്ത്യയിലെ RJDയുടെ പ്രസ്ഥാനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ മുരളീധരൻ ഉണ്ടാക്കിയ സോഷ്യലിസവുമായിട്ടും സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജാതി രാഷ്ട്രീയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രസ്ഥാനങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിലെ ഒരു ചലഞ്ച് ചെയ്യും. ഹിന്ദുത്വത്തെ ചലഞ്ച് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം വരികയും ചെയ്യും. ഈ പ്രസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ അവയല്ല യഥാർത്ഥത്തിൽ കാലഘട്ടത്തിൽ, മറിച്ച് വർഗപ്രസ്ഥാനങ്ങൾ എന്ന് അവകാശപ്പെട്ടിരുന്ന ബദലെപ്പോഴും വെക്കാൻ കഴിയും, തപ്പിത്തടയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് തപ്പിത്തടഞ്ഞു പോയി. അതിനർത്ഥം